നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും അതിൻ്റെ തുടർച്ചയായ വിദ്യാകിരണവും പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറ്റുക എന്നതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അക്കാദമിക മികവ്, വിദ്യാലയ മികവ് എന്നും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നുമാണ് സർക്കാരിൻ്റെ നിലപാട്. ഈ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്ന പ്രവർത്തനങ്ങളെ പ്രധാനമായും 5 മേഖലയായി തരംതിരിക്കാം. ഭൗതിക സൗകര്യ വികസനം, ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായ സാങ്കേതിക വിദ്യാ സൗഹൃദമാക്കൽ, അക്കാദമിക മികവിനുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, ജനകീയ തലം വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ, മറ്റ് പ്രവർത്തനങ്ങൾ പൊതുവിദ്യാലയങ്ങളിലെ ഭൗതിക സൗകര്യ വികസനത്തിനും ആധുനികവൽക്കരണത്തിനും സാങ്കേതിക വിദ്യാ സൗഹൃദമാക്കാനും കിഫി ഫണ്ട് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളെ മികവിന്റെ കേന്ദ്രമാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൗതിക സൗകര്യ വികസനത്തിനായി 5 കോടി കിഫി പദ്ധതിയിൽ 141 സ്കൂളുകളും, 3 കോടി കിഫി പദ്ധതിയിൽ 386 സ്കൂളുകളും, 1 കോടി കിഫി പദ്ധതിയിൽ 446 സ്കൂളുകൾക്കും കിഫി ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനായുള്ള ശ്രമങ്ങൾക്ക് ഏറെ സഹായകരമാണ് മെച്ചപ്പെട്ട ഭൗതിക കാര്യങ്ങൾ. സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസന കാര്യത്തിൽ വലിയ തോതിൽ മുന്നേറാൻ കിഫി ഫണ്ട് സഹായകരമായി. സംസ്ഥാനത്തെ 973 സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസനത്തിന് കിഫി ധനസഹായം നിർണായകമായ പങ്ക് വഹിച്ചു. അഞ്ച് കോടി, 3 കോടി, 1 കോടി ധനസഹായമാണ് പ്രാരംഭഘട്ടത്തിൽ വിഭാവനം ചെയ്തത്. എന്നാൽ ഡയറക്ടർ റിവിഷൻ വന്നതിന്റെ ഭാഗമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാത്ത 3 കോടി ധനസഹായം 3.9 കോടിയായും 1 കോടി എന്നത് 1.3 കോടിയായും വർദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2565 കോടി രൂപയുടെ ഭരണാനുമതി കിഫി മുഖേന ഭൗതിക സൗകര്യ വികസനത്തിനായി വിദ്യാഭ്യാസ വകുപ്പിന് ലഭ്യമായിട്ടുണ്ട്. കോടി കിഫി പദ്ധതിയിൽ 141 സ്കൂളുകളിൽ 139 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 3 കോടി കിഫി പദ്ധതിയിൽ 386 സ്കൂളുകളിൽ 182 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കി. 1 കോടി കിഫി പദ്ധതിയിൽ 446 സ്കൂളുകളിൽ 198 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കി. ആകെ അനുവദിച്ച 973 സ്കൂളുകളിൽ 519 സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 454 സ്കൂളുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. ഇതിൽ 120 വിദ്യാലയങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള തടസ്സങ്ങൾ ഉള്ളവയാണ്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം KPBR, KMBR, CR റിസർച്ച്, റെയിൽവേ NOC, സ്ഥലം ലഭ്യമല്ലാത്തത്, വെർട്ടിക്കൽ എക്സ്പാൻഷൻ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവയാണ്. ടെൻഡർ നടപടികൾ പൂർത്തിയായ കെട്ടിടങ്ങൾ നിർമ്മാണ ഘട്ടത്തിൽ വീണ്ടും സാങ്കേതിക പരിശോധനയുടെ ഭാഗമായി മണ്ണ് പരിശോധന ചിലയിടത്തെങ്കിലും നിർദ്ദേശിക്കപ്പെടുമ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളും കെട്ടിട നിർമ്മാണത്തെ ബാധിക്കുന്നുണ്ട്. ഇവ ഓരോന്നും പ്രത്യേകമായി പരിഗണിച്ച് തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു.
ഫിഷറീസ് വകുപ്പിലൂടെയും മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ പഠിക്കുന്ന 57 സ്കൂളുകൾക്ക് 66 കോടി രൂപ ഭൗതിക സൗകര്യ വികസനത്തിനായി കിഫി ധനസഹായം ലഭ്യമായിട്ടുണ്ട്. പ്രസ്തുത സ്കൂളുകളുടെ നിർമ്മാണം തീരദേശ വികസന കോർപ്പറേഷൻ വഴി നടന്നുവരുന്നു. ഇതിൽ 47 സ്കൂളുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന സ്കൂളുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. സ്പോർട്സ് വകുപ്പിലെ 5 സ്കൂൾ കളിസ്ഥലങ്ങളെ വിപുലീകരിക്കുന്നതിനായി 76.38 കോടി രൂപയുടെ പദ്ധതികൾക്ക് കിഫി ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ 45,000 ക്ലാസ് മുറികളെ സാങ്കേതിക വിദ്യ സൗഹൃദമാക്കി പ്രൈമറി സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ ഒരുക്കി ഇതുവഴി ഒരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ മുഴുവൻ കുട്ടികൾക്കും പഠനത്തിന്റെ ഭാഗമായി നിർഭയമായി ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ പ്രാപ്യമാക്കുന്ന അവസ്ഥയുണ്ടായി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം എന്ന സംസ്ഥാനത്തിന്റെ പൊതുനിലപാട് ഉയർത്തിപ്പിടിക്കുവാൻ ഇതുവഴി സാധിച്ചു. കിഫി ഫണ്ട് ഉപയോഗിച്ച് കൈറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഹൈടെക് സ്കൂൾ, ഹൈടെക് ലാബ് പദ്ധതികളിലൂടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമെന്ന നേട്ടം കൈവരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1 മുതൽ 12 വരെ ക്ലാസുകളുള്ള 16,027 സ്കൂൾ വിഭാഗങ്ങളിൽ 3,74,274 ഡിജിറ്റൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും 4,752 സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുകയും 11,275 പ്രൈമറി വിഭാഗം സ്കൂളുകളിൽ ഹൈടെക് ലാബ് പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. ഈ ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് കോവിഡ് കാലത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിയത്. IT ഉപകരണങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ആവശ്യമായ ഡിജിറ്റൽ ഉള്ളടക്കം നൽകുന്ന സമഗ്ര പോർട്ടൽ ഇപ്പോൾ സമഗ്ര പ്ലസ് എന്ന പേരിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ പശ്ചാത്തല വികസന, അക്കാദമിക, ഭരണരംഗത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് നെടുന്തൂണായി പ്രവർത്തിച്ചത് കിഫി ധനസഹായം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കീമുകളായിരുന്നു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ സാങ്കേതിക വിദ്യ സൗഹൃദമാക്കുന്നതിന് കൈറ്റ് 682.06 കോടി രൂപ കിഫി മുഖേന ചെലവഴിച്ചിട്ടുണ്ട്. സമഗ്ര പ്ലസ് സമ്പൂർണ്ണ സഹിതം പോർട്ടലുകൾക്ക് പുറമെ ഇന്ത്യയിലെ സ്കൂൾ കുട്ടികളുടെ ഏറ്റവും വലിയ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിക്കും ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്.